സൽമാൻ്റെ കരിയറിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഈ ഒരു കാന്ത എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കാരണം ഇതുവരെ ദുൽഖർ ചെയ്ത ക്യാരക്ടേഴ്സും ഈ ഒരു ക്യാരക്ടറും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസസ് ഉണ്ട്. കാരണം ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന ഫസ്റ്റ് ആ ഒരു സ്റ്റാറായിട്ട് മാറി തമിഴ് സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ച് സംഭവങ്ങൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവി മുന്നോട്ട് വന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ മൂവിയിൽ വരുന്നത്. സോ ഈ ഒരു സിനിമ പറയുന്ന സ്റ്റോറി ഒരു ഡയറക്ടർ ആക്ടർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കേന്ദ്രീകരിച്ച് നേരത്തെ മുടങ്ങിപ്പോയ മൂവി, പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയ മൂവി പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡയറക്ടറിൻ്റെ ആ ഒരു ഈഗോ ഒക്കെ ഉണ്ട്. അത് ഈ ഡയറക്ടർ ആക്ടറും തമ്മിലുള്ള ഈഗോ, അതാണ് മേജർ കോൺഫ്ലിക്റ്റ്. പക്ഷേ ഡയറക്ടർ കുറച്ച് കോംപ്രമൈസസ് ഒക്കെ വഴങ്ങി. സോ ഈ ഡയറക്ടറിന് കാര്യമായിട്ടുള്ള വോയിസില്ല, ഈ ഒരു നായകൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡയറക്ടറിന് നായകന് എതിരെ വെക്കാനുള്ള ഒരു ട്രംപ് കാർഡാണ് ഈ ഒരു നായികയുടെ ക്യാരക്ടർ. അതായത് ഈ ഒരു ഭാഗ്യശ്രീ ബോസ് ചെയ്യുന്ന ആദ്യത്തെ പടമാണെങ്കിൽ സംവിധായകൻ ആ ഒരു പറയുന്ന അനുസരിച്ചാണ് ഈ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത്. സോ അങ്ങനെ ഒരു സത്യം സംവിധായകൻ നേരത്തെ വാങ്ങിച്ചെടുത്തു. സോ അങ്ങനെ വെക്കുന്ന ഈ ഒരു ഡയറക്ടർ നായകനെതിരായി വെക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഭാഗ്യശ്രീ ബോസ്. പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു സിനിമ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ പോകുന്ന ഒരു എക്സ്ട്രാ ഒരു വളരെ നല്ലൊരു ഫസ്റ്റ് ഹാഫാണ് ഈ ഒരു സിനിമ നമുക്ക് തരുന്നത്. അത് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് ആണ്. സെക്കൻഡ് ഹാഫ് ഒരു മേജർ ലെറ്റ് ഡൗൺ ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. ഒരു റാണ ദഗുപതിയുടെ ക്യാരക്ടറൊന്നും അത്ര എഫക്റ്റ് വന്നിട്ടില്ല എന്നുള്ളത് സിനിമയുടെ ഒരു മേജർ നെഗറ്റീവാണ്. ഭാഗ്യശ്രീ ബോസ്, ദുൽഖർ സൽമാൻ, സമുദ്രക്കനിയുടെ പെർഫോമൻസും ഫസ്റ്റ് ഹാഫിലെ ആ ഒരു സകല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ആ ഒരു പെർഫോമൻസ് ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്.